ഇവിടുത്തെ ഒരു സിസ്റ്റം എന്നാണെന്നറിയാം. ഇപ്പോൾ ഒരാൾ കല്യാണം കഴിക്കുന്നു. ആരാ കല്യാണം നടത്തുന്നത്? അപ്പനും അമ്മയും. അച്ഛനും അമ്മയും കല്യാണം കഴിക്കും. എന്നിട്ട് ഈ മകനാണെങ്കിൽ കല്യാണം കഴിച്ചിട്ട് ആ പെണ്ണിനെ കൊണ്ട് അവൻ വളർന്ന് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. ഈ പെണ്ണ് കംഫർട്ട് ആയിരിക്കുമോ? ഒരിക്കലും അല്ല. കാരണം അത് വേറൊരു കൾച്ചറൽ ഡിഫറൻസ് ഉള്ള ഒരാളെ ഇവിടേക്ക് പറിച്ചു നടുകയാണ്. നമ്മളൊരു പൂച്ചട്ടി ഒരു കടയിൽ നിന്ന് മേടിച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് അത് അവിടെ വളർന്ന പോലെ ഇവിടെ വളരണം നിർബന്ധമൊന്നുമില്ല എന്ന് പറയുന്നത് പോലെ ഒരാളെ ഇവിടേക്ക് കൊണ്ടുവരികയാണ്. യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് എന്താണ്? സ്വന്തമായൊരു വീടെടുത്ത് അല്ലെങ്കിൽ വാടകയ്ക്കെടുത്ത് അവരവരുടെ ജീവിതം തുടങ്ങണം. അച്ഛനും അമ്മയ്ക്കും ഇടയ്ക്കൊക്കെ ഇവിടെ വരാം, കാണാം, മക്കൾക്ക് അങ്ങോട്ട് പോകാം. ഇതല്ലേ കംഫർട്ട്? ഇതൊരു കംഫർട്ടിലേക്ക് അവർ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ഒരു കാര്യം, കല്യാണം നടത്തുന്ന മാതാപിതാക്കളാന്ന് പറഞ്ഞു. ഇനി ഇവർക്കൊരു കുഞ്ഞുണ്ടാകുന്നു, ഇവരുടെ സ്നേഹങ്ങൾക്കിടയിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു കരുതുക. അതിന്റെ പ്രസവം എടുക്കുന്നവരാ? അച്ഛനും അമ്മയും. അതിന്റെ ആശുപത്രി കാര്യങ്ങളെല്ലാം അവർ തന്നെയാണ് കാര്യങ്ങൾ, അതിന്റെ ഫുൾ ഇവന്റ് അവരാ എല്ലാം ചെയ്യുന്നത്. ഇനി അത് പോട്ടെ, ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ അവർ വീട് വെക്കണമെന്നൊരു ആഗ്രഹം വരുന്നു. നാള് കഴിയുമ്പോഴാണ്, കല്യാണം കഴിഞ്ഞ് ഉടനെ നടക്കുന്ന കാര്യങ്ങളല്ല. അപ്പോഴും അപ്പനും അമ്മയും വീട് ഭാഗം വെക്കുന്നു, അല്ലെങ്കിൽ ഓഹരികൾ കൊടുക്കാൻ പോകുന്നു. ഈ മക്കളെ കംഫർട്ടാക്കി ഈ മാതാപിതാക്കൾ എപ്പോഴാണ് ജീവിക്കുന്നത്? ഒരു 18 അല്ലെങ്കിൽ 20 വർഷം വരെ ഒരു മകനെയോ മകളെയോ മാതാപിതാക്കൾ വളർത്തുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഫലം കായ്ക്കാനായിട്ടുള്ള അവസരം അവർക്ക് കൊടുക്കുന്നില്ലാതെ മാതാപിതാക്കൾ തന്നെ എല്ലാം ചെയ്തു കൊടുക്കുകയാണെങ്കിൽ അവരെ ഇങ്ങനെ ഒരു കിണറ്റി കിടക്കുന്ന തവളെ പോലെ ഫുള്ള് കവർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് പോകുമ്പോൾ അവരുടെ യഥാർത്ഥ എബിലിറ്റികൾ കംപ്ലീറ്റ് നഷ്ടം.